നമസ്കാരം. സാക്ഷാൽ മുരുകസ്വാമിയുടെ സന്ദേശത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ഭഗവാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സന്ദേശത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ സന്ദേശം നിങ്ങൾക്ക് മുൻപിൽ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ സന്ദേശം തന്നെയാണ്. ഇപ്പോഴത്തെയും മുൻപത്തെയും ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, നിങ്ങൾ ചില കാര്യങ്ങൾ പ്രധാനമായും അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ് ഭഗവാൻ ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത്. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓം അജത് ഭുവേ നമ എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതായ നാമങ്ങളാണ് എങ്കിലും രേഖപ്പെടുത്തി വന്ദിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കുക. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ സന്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാം. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ പോലും അടുത്തു എങ്കിൽ പോലും അത് നടക്കാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അരങ്ങേറുന്നു എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. നല്ല കാര്യമാണ് എങ്കിലും മോശം കാര്യമാണ് എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങളാൽ അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്ന് കരുതി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റു വ്യക്തികളെ നിങ്ങൾ ഓർത്തുകൊണ്ട് ചില കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളതാകുന്നു. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നു എന്നും, അല്ലെങ്കിൽ അത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും ഭഗവാൻ ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശരിയായി തോന്നുവാനുള്ള അല്ലെങ്കിൽ ശരിയായ ചില കാര്യങ്ങൾ അത് ശരിയാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരുകയും അത്തരം ചില കാര്യങ്ങൾ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങളിലേക്ക് വന്നു ചേരുക, നിങ്ങളത് ചെയ്യാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഏത് കാര്യവും നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങുവാനുള്ള ധൈര്യം വന്നു ചേരാൻ പോകുന്നു. അത് ഭഗവാനായി തന്നെ നൽകുന്നതായ സന്ദേശമാണ് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വരുമാനം അല്ലെങ്കിൽ ധനം ലഭിക്കാവുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. അത്തരം ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതായ ചില കാര്യങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരുകയോ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നതിനായി അത്തരം ശ്രമങ്ങൾ നടത്തുകയോ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നും കാണുവാനായി സാധിക്കുന്നു. ശരിക്കും പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തുടർന്നു പോന്നിരുന്നതായ ചില കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അതൊരു പക്ഷേ എപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നതായ ചില സഹായങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ഒഴിവാക്കി പോലും അവർക്ക് സഹായം ചെയ്യേണ്ടതായ ചില സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അത്തരം ചില കാര്യങ്ങളിൽ ചില തിരുത്തലുകളും വരുത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കുന്നു. പലപ്പോഴും നിങ്ങൾക്ക് പല വിധത്തിലും അവരാൽ വേണ്ട വിധത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. അത് ശരിയാണ് എന്ന് ഭഗവാൻ തന്നെ തോന്നിപ്പിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രകടമായ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് കാണുവാനായി സാധിക്കുന്നു. ഇതിന്റെ ഭാഗമായി പുതിയ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും എന്ന് കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചാലും അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
എന്നാൽ അത്തരത്തിൽ ചിന്തിച്ചിരുന്നതായ വ്യക്തികളാണ് നിങ്ങൾ എങ്കിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. ധൈര്യപൂർവ്വം തന്നെ ചില കാര്യങ്ങൾ മാറ്റി ചിന്തിക്കുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേരുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ നിരാശ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്ന് ചേരാവുന്നതായ സമയമാണ് വന്ന് ചേരുന്നത് എന്നുള്ളതാണ്. ഇത്രയും കഷ്ടപ്പെട്ടതിന് പലപ്പോഴും ഫലം ലഭിച്ചിട്ടില്ല എന്ന വിഷമം നിങ്ങൾക്കുണ്ട് എങ്കിലും അതിൽ മാറ്റങ്ങൾ വന്ന് ചേരാവുന്നതായ സാഹചര്യമുണ്ട്. ഒരു വിജയത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് കാണുന്നു. തീർച്ചയായും നിങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു. അതിനുള്ള ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം അപ്രകാരം തന്നെയാകുന്നു. നിങ്ങൾ പ്രയാസപ്പെടേണ്ടതായ സാഹചര്യമില്ല എന്നാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം. അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല എന്ന് തന്നെ ഭഗവാൻ അർത്ഥമാക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് ഭദ്രമായി തന്നെ എത്തും എന്ന് കാണുവാനായി സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്നതായ ചില കാര്യങ്ങൾ അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന മറ്റ് കാര്യങ്ങളോ ആകാം. അത്തരത്തിലൊരു അടിത്തറ നിങ്ങൾക്ക് വന്ന് ചേരുകയോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സഹായകരമായ ചില വഴികൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് മുൻപിൽ തുറക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ ഒരു കാര്യം, ചിലർ തടസ്സമായി നിൽക്കുന്നു അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് മാറ്റം ആഗ്രഹിക്കുമ്പോൾ തന്നെ ഭഗവാൻ അത് നിങ്ങൾക്ക് നൽകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷമങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് കാണുവാനായി സാധിച്ചിട്ടുണ്ട്. ഭഗവാൻ പല അവസരങ്ങളിലും നിങ്ങളെ തുണച്ചിട്ടുണ്ട് എന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ തുടരും എന്ന് തന്നെയാണ് സന്ദേശം. ഭഗവാന്റെ ആ സംരക്ഷണം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് കാണുവാനായി സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഭഗവാന് മുന്നിൽ പല കാര്യങ്ങളും സമർപ്പിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ആ ധൈര്യം തന്നെയാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം നേടിത്തരുകയോ അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന് കാരണം എന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുൻപിൽ ഭഗവാൻ പല വിധത്തിലും വഴികൾ തുറക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. അത്തരം തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിനു നേരെ മുഖം തിരിക്കരുത് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ടതായ സമയത്ത് തന്നെ നിങ്ങൾ അറിയും എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. പല വിധത്തിലും പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ മനസ്സിൽ ഇപ്പോൾ കൂടുതലായും പ്രതീക്ഷകളുണ്ട്. പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും, നിങ്ങൾക്ക് അനുകൂലമാകും എന്ന ചിന്ത, പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. പലപ്പോഴും ബാധ്യതകളുടെ ഭാരത്താൽ നിങ്ങൾ വിഷമിക്കുന്ന, ആകുലപ്പെടുന്നതായ സാഹചര്യം, അത്തരത്തിലൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ആ സാഹചര്യത്തെ മറികടക്കുവാനുള്ള ശക്തി അല്ലെങ്കിൽ ഊർജം, മനോബലം ഭഗവാൻ മുരുകനായി തന്നെ നിങ്ങൾക്ക് നൽകും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഭഗവാൻ എല്ലാം അറിയുന്നു എന്നുള്ളതാണ്. ഏത് ആപത്ഘട്ടത്തിലും നിങ്ങൾക്ക് തുണയായി ഭഗവാൻ ഉണ്ടാകും എന്നും നിങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ അത്ഭുതമായി തന്നെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്.
ജീവിതത്തിൽ കൂടെയുണ്ടാകും എന്ന് കരുതിയ പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ ചതിച്ചു. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതായ സമയത്ത് അവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാകാം എന്നും കാണുന്നു. എന്നാൽ ഈ അവസരങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്കൊപ്പം നിന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. തീർച്ചയായും നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരുകയും ഏതൊരു സാഹചര്യത്തെയും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുക ദുഃഖങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യമാണ് എങ്കിൽ ആ ദിവസങ്ങളിൽ നിന്നും മുക്തരാകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്നും കാണുവാനായി സാധിക്കുന്നു. എന്തുകൊണ്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്ന വ്യക്തമായ ഉത്തരം നിങ്ങളിലേക്ക് വന്നു ചേരും. ഊർജവും കരുത്തും നിങ്ങളിലേക്ക് കടന്നു വരും എന്നും കാണുവാനായി സാധിക്കുന്നു. വഴികൾ പലപ്പോഴായി കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇപ്പോഴും വിഷമതകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അതിനെല്ലാം ഒരു നീതി നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഭഗവാനെ എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന ചിന്ത പോലും ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന വിങ്ങിപ്പൊട്ടുന്നതായ സാഹചര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. അതിലൊരു മാറ്റം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ളതാണ്. കുടുംബ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഡിവോഴ്സുമായി ബന്ധപ്പെട്ടാകാം, പിരിഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം, അതിൽ നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് നിങ്ങളിലേക്ക് വന്ന് ചേരും എന്ന സൂചന തന്നെയാണ് ലഭിക്കുക. അതേപോലെ തന്നെ വളരെയധികം തളർന്നു പോയ അത് മാനസികമായി പോലും തളർന്നു, ശാരീരികമായും നിങ്ങളെ ബാധിച്ചു എന്ന് കാണുന്നു. ഉത്സാഹമില്ലായ്മ, എന്ത് ചെയ്തിട്ടും എന്താണ് പ്രയോജനം എന്ന ചിന്ത, എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ലേ എന്ന വിഷമവും നിങ്ങൾക്കുണ്ട്. അതിൽ നിന്നും ഒരു മുക്തി ലഭിക്കുന്ന മാറ്റങ്ങൾ ഭഗവാൻ നൽകി അനുഗ്രഹിക്കുന്ന ഒരു സാഹചര്യം, എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ് അത് ഭഗവാന് കൃത്യമായി അറിയാം. അതിൽ ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായ ഒരു സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അത് തിരിച്ച് പിടിക്കുകയോ പിടിക്കുന്നതായോ കാണുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലവത്താകും എന്നുള്ളതാണ്. നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ കീഴടക്കുന്നു, അല്ലെങ്കിൽ ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് അത്തരം ചിന്തകൾ മനസ്സിലേക്ക് നിറയ്ക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. അതിൽ മാറ്റം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നും കാണുന്നു. തീർച്ചയായും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ സംഭവിക്കും. കർമ്മനിരതരാകുന്ന സാഹചര്യം വന്നു ചേരും. ജോലി സംബന്ധമായാണ് എങ്കിലും മറ്റു കാര്യങ്ങൾക്കും കർമ്മനിരതരാകുന്ന വ്യക്തികളുടെ എനർജി കാണുവാനായി സാധിക്കുന്നു. വളരെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. അത്തരം ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ചില കാര്യങ്ങളിൽ തുടക്കം കുറിക്കുവാൻ സാധിക്കുന്നതായ വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു. മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും, മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി, അതായത് സാക്ഷാൽ മുരുകസ്വാമിയുടെ കടാക്ഷം, അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. ഭഗവാൻ തന്നെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. തീർച്ചയായും ഭഗവാന്റെ ഈ സന്ദേശം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചതുപോലും ഭഗവാന്റെ അനുഗ്രഹം, കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലാണ്. അതിനാൽ ആ ശക്തിയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക.